പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാന്തോ മിഷൻ ക്വിസ് ഏവർക്കും സ്വാഗതം. 1928 1945 ഇടയിൽ അന്ന് മലബാറിലെ പ്രധാന പട്ടണങ്ങളായ കോഴിക്കോട്, മണ്ണാർക്കാട്, വടകര, തലശ്ശേരി, തളിപ്പറമ്പ്, പയ്യന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ആളുകൾ കുടിയേറി. തലശ്ശേരിയിൽ നിന്ന് കിഴക്കോട്ട് പോയവർ കോളയാട്, പേരാവൂർ, ഇരിട്ടി, കൊട്ടിയൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് താമസം തുടങ്ങിയത്. ആദ്യത്തെ കുടിയേറ്റ കേന്ദ്രങ്ങളിലെല്ലാം കൊണ്ടും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പേരാവൂർ. അങ്ങനെയുള്ള പേരാവൂരിലെ ഏറ്റവും പ്രസിദ്ധമായ സെയിന്റ് ജോസഫ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പിൽഗ്രിം ചർച്ചിലാണ് നമ്മുടെ പ്രേഷിത വാഹിനി ഇന്ന് നിറയെ സമ്മാനങ്ങളുമായി എത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ഇടവക ജനങ്ങള് വളരെ ആകാംക്ഷയോടെ നമ്മുടെ പാർട്ടിസിപ്പൻസിനെ കാണാനായിട്ട് ഇരിക്കുകയാണ്. ഇവരുടെ ആകാംക്ഷ ഒട്ടും കുറയ്ക്കണ്ട, നമുക്ക് പാർട്ടിസിപ്പൻസിനെ വിളിക്കാം. ഇന്നത്തെ നമ്മുടെ ക്വിസ് ടൈമിലേക്ക് 4 പാർട്ടിസിപ്പൻസിനെയും ഏറെ സ്നേഹത്തോടെ നല്ല കയ്യടിയോട് കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. നമ്മുടെ ഇന്നത്തെ പ്രേഷിത വാഹിനിയിൽ കയറാനായിട്ട് അത്രമാത്രം പഠിച്ചു വന്നിട്ടുള്ള നമ്മുടെ 4 പാർട്ടിസിപ്പൻസ് ആണ് ഈ നിൽക്കുന്നത്. ഇവർ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? ഇവരുടെ പേരും ഇടവകയുടെ പേരും ചോദിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ലിസാമരിയ തോമസ്, എൻ്റെ ഇടവക കണിച്ചാർ. ഞാൻ ജിസ്മരിയ മുണ്ടയ്ക്ക്, രാജമുടി ഇടവക. എൻ്റെ പേര് ബെൻ ജോസഫ് ബോബി, എൻ്റെ ഇടവക ചെട്ടിയാമ്പറമ്പ്. എൻ്റെ പേര് ഡെൽവിൻ ജോസ് ബാബു നടുവത്താനിയിൽ, എൻ്റെ ഇടവക പേരാവൂർ. ഇന്നത്തെ ഈ ക്വിസ് ടൈമിന്റെ ആരംഭിക്കുന്നതിന് മുൻപേ നമ്മെ അനുഗ്രഹിച്ച് സംസാരിക്കുവാനും ആശംസകൾ അറിയിക്കുവാനുമായി എത്തുന്നത് പേരാവൂർ സെയിന്റ് ജോസഫ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പിൽഗ്രിം ചർച്ചിലെ വികാരി, പ്രിയ ബഹുമാനപ്പെട്ട ആർച്ച് പ്രീസ്റ്റ് ഫാദർ തോമസ് കൊച്ചുകാരോട്ടിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഷാലോം ടിവിയും തോമസ് ലിഹായുടെ മിഷണറി വൈദിക സമൂഹവും ഒന്നു ചേർന്ന് മിഷൻ അവയർനെസ് ക്രിസ്ത്യാനികൾക്കും അതോടൊപ്പം ഈ ഷാലോം ടി വിയിലെ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും ലഭ്യമാക്കുവാനായിട്ട് ഇന്ന് പേരാവൂർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ ക്വിസ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നന്മകളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. എല്ലാവരെയും സുവിശേഷം അറിയിക്കുവാനും ജ്ഞാനസ്നാനപ്പെടുത്തുവാനുമുള്ള വലിയ ഉത്തരവാദിത്വം ഓരോ ക്രിസ്ത്യാനിയിലേക്കും യേശു തമ്പുരാൻ നൽകിയിരിക്കുകയാണ്. ആ വലിയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും. ഈ മിഷൻ അവയർനെസ് പ്രോഗ്രാം ഒരു വിജയമായി തീരട്ടെ. പേരാവൂർ ഇടവകയും ഈ ഫൊറോനയും ചേർന്ന് ഒരുക്കുന്ന ഈ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം
ഏറ്റവും മനോഹരമാകുവാൻ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥവും അനുഗ്രഹവും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അച്ഛൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ വാക്കുകൾക്ക് ഒത്തിരി നന്ദി. നമ്മുടെ ക്വിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേർക്കും ഒരു ഒരു സംശയം ഉണ്ടാകും, എന്താണ് ഈ ക്വിസ് സ്റ്റേറ്റ്മെന്റ്. അച്ഛൻ വളരെ വിശദമായിട്ട് ക്വിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്വിസും എൻ്റർടൈൻമെൻ്റ് ഒക്കെയാണെന്നുള്ളത് ഇവിടേക്ക് നമ്മുടെ ഓഡിയൻസിന് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. അതുമാത്രം പോരല്ലോ, നമ്മുടെ ക്വിസ് സ്റ്റേറ്റ്മെന്റിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന പാർട്ടിസിപ്പൻസിന് എന്തായാലും ക്വിസിലേക്ക് കടക്കണം വേണ്ടേ? എന്നാലേ നമുക്ക് എൻ്റർടൈൻമെൻറ്റും കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വിസ് ടീമിന്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ നമുക്ക് ആദ്യമേ അവർക്ക് അങ്ങ് പറഞ്ഞു കൊടുത്താലോ? 4 റൗണ്ടുകളാണ് ഇവർക്കുള്ളത്. സഭാചരിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജെറുസലേം റൗണ്ട്, തോമസ് ലിഹായും മിഷനെയും കുറിച്ചുള്ള അജൻഡസ് റൗണ്ട്, വിഷ്വൽ റൗണ്ടായ ജെറിക്കോ റൗണ്ട്, വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന മാർഗം റൗണ്ട്. ഇതിൽ ഏത് ഓർഡർ വേണമെന്നുള്ളത് നമ്മുടെ പാർട്ടിസിപ്പന്റിന് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ജെറുസലേം ആണ് ആദ്യം ഇഷ്ടമെങ്കിൽ ജെറുസലേം, ജെറിക്കോ, അഡ്ജൻഡസ്, മാർഗം, അല്ലെങ്കിൽ മാർഗമാണ് ആദ്യം ഇഷ്ടമെങ്കിൽ മാർഗം, അഡ്ജൻഡസ്, ജെറിക്കോ, അങ്ങനെ ഏത് ഓർഡർ വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 4 റൗണ്ടുകളിലായി 6 ചോദ്യങ്ങളും ഇടവകയെയോ അതിരൂപതയെയോ സംബന്ധിച്ച ഒരു 7ാമത്തെ ചോദ്യം കൂടെ നിങ്ങളെ കാത്തിരിക്കുന്നതാണ്. ഓരോ റൗണ്ടിന് ശേഷവും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ 7 ചോദ്യങ്ങൾക്കും ശരിയായി ഉത്തരം പറയുന്ന വിജയിക്കായിരിക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മെമന്റോയും ഗിഫ്റ്റ് ബാഗും ലഭിക്കുക. ഇനി ഞങ്ങൾ ചോദ്യം ചോദിക്കുകയും ഇവർ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല അല്ലേ? നമ്മുടെ ക്വിസ് സ്റ്റേറ്റ്മെന്റിനെ കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് ഇരുത്താനായിട്ട് നിങ്ങളുടെ കൂടെ പാർട്ടിസിപ്പേഷൻ വേണം. അപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് 2 ഓഡിയൻസ് റൗണ്ടാണ്. നിങ്ങൾ ഓഡിയൻസിനായിട്ട് ഞങ്ങൾ 2 ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാർട്ടിസിപ്പൻസ് നിങ്ങളുടെ മുന്നിൽ സ്റ്റാർ ആകുന്നത് പോലെ തന്നെ നിങ്ങൾക്കും സ്റ്റാർ ആകാൻ പറ്റിയ ഒരു ചാൻസ് ആണ് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്കായിട്ട് റെഡി ആക്കിയിട്ടുള്ളത്. ഓഡിയൻസ് എല്ലാവരും റെഡിയാണ്, നമ്മുടെ പാർട്ടിസിപ്പൻസ് റെഡിയാണോ എന്ന് നോക്കണം. പക്ഷെ ഒരു സമയം നമുക്ക് എല്ലാവരെയും പ്രേക്ഷിത വാഹിനിയെ കയറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗെയിം നടത്തി തന്നെ ഈ 4 പേരിൽ ആരാണ് ആദ്യം പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നതെന്ന് തീരുമാനിച്ചാലോ? എനിക്ക് തോന്നണേ കുറേ പേരുടെ മാതാപിതാക്കളൊക്കെ ഇന്ന് ഭയങ്കര ടെൻഷൻ, കുട്ടികളെക്കാൾ അധികം ടെൻഷൻ എടുക്കുന്ന കുറച്ച് പേരൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ കുട്ടികൾ പ്രേക്ഷിതവാഹിനി കയറി കഴിഞ്ഞാൽ പിന്നെ അവർ കംപ്ലീറ്റ് എനർജറ്റിക് ആണ്. നിങ്ങൾ കാണാത്ത അവരുടെ പല മുഖങ്ങളും കാണാൻ പറ്റും ഇല്ലേ? നിങ്ങൾ റെഡിയല്ലേ? നമുക്കൊരു ഗെയിം നടത്തിയാലോ? ഓഡിയൻസ് റെഡിയാണ്, നമ്മുടെ പാർട്ടിസിപ്പൻസ് റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ ഗെയിം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തേക്ക്. നിങ്ങൾക്ക് 6 സെക്കൻഡാണ് ഞങ്ങൾ തരുന്നത്. ഈ 6 സെക്കൻഡിൽ തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ വരുന്ന രൂപതകളുടെ പേര് പറയണം. മനസ്സിലായില്ലേ? തുടങ്ങിയാലോ? സോ ടൈം സ്റ്റാർട്ട്സ് നൗ. മാനന്തവാടി, ബെൽത്തങ്ങാടി. സ്റ്റോപ്പ്. അടുത്ത ആൾ. മാനന്തവാടി, ബെൽത്തങ്ങാടി, മാണ്ഡ്യമുണ്ടോ? സ്റ്റോപ്പ്. മാനന്തവാടി, ഭദ്രാവതി, ബെൽത്തങ്ങാടി, മാണ്ഡ്യ, താമരശ്ശേരി. സ്റ്റോപ്പ്. മാനന്തവാടി, ബെൽത്തങ്ങാടി, മാണ്ഡ്യ, താമരശ്ശേരി. സ്റ്റോപ്പ്. ഒരു ഓർഡറിലാണ് വന്നല്ലേ? ഒരാൾ 2, അടുത്ത ആൾ 3, പിന്നത്തെ ആള് 5 പറഞ്ഞു. അപ്പോൾ ആരാ നമ്മുടെ പ്രേക്ഷിത വാഹിനി കയറാൻ പോകുന്നത്? ജിസ്മരിയാണ് അടുത്തതായിട്ട് പ്രേക്ഷിത വാഹനത്തിൽ കയറാൻ പോകുന്നത്. ബാക്കി പാർട്ടിസിപ്പൻസിന് വിഷമമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സീറ്റിലേക്ക് മടങ്ങിക്കോ. നമ്മുടെ ജിസ്മരിയെ പ്രേക്ഷിത വാഹനത്തിൽ നമുക്ക് കയറ്റാം. നമുക്ക് ജിസ്മരീനെ ഇവർക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താലോ? ഒരു ചെറിയ പ്രൊഫൈല് ഞങ്ങൾ ജിസ്മരിയുടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നമുക്കതൊന്ന് കാണാം. ഹായ്, എൻ്റെ പേര് ജിസ്മരിയ ജെയ്സൺ. ഇതാണ് എൻ്റെ വീട്. ഈ പ്രദേശം രാജമുടി ഉണ്ണിമിശിഹ പള്ളിയോട് വളരെ അടുത്തുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് തന്നെ ഈ പള്ളിയുടെ മണിയിടി ഒച്ച കേട്ടുകൊണ്ടാണ്. ഞാൻ എൻ്റെ ഒഴിവ് സമയം മുഴുവൻ ഇവയോടൊപ്പമാണ് ചെലവഴിക്കുന്നത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചതുപോലെ തന്നെ ഇവയും സൃഷ്ടിച്ചു. പക്ഷെ നമ്മളെപ്പോലെ ഒന്നുമല്ല ഇവയ്ക്ക്. നമ്മുടെ അകത്ത് യാതൊരു ടെൻഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഇതാണ് എൻ്റെ കുടുംബം. ഇവരുടെ കൂടെ ആയിരിക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇവരെനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു.
ഇവരെ എല്ലാവരെയും എൻ്റെ ലൈഫിലേക്ക് ചേർത്ത് വെച്ച നല്ല ദൈവത്തിന് ഒത്തിരി നന്ദി. അങ്ങനെ ജിസ്മരിയയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. പക്ഷേ കൂടുതൽ അറിയണമെങ്കിൽ ജിസ്മരിയ ക്വിസിലേക്ക് കടക്കണം. എനിക്ക് തോന്നുന്നു എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത്. എങ്ങനെയായിരിക്കും ജിസ്മരിയ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ പെർഫോമൻസ് ഒക്കെ ആയിരിക്കും നമ്മുടെ ക്വിസ് ടീമിൽ ഇല്ലെങ്കിലേ നല്ലൊരു സന്തോഷമൊക്കെ തോന്നുന്നില്ലേ? ഉണ്ട്, ഇരിക്കുന്നിരിപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ ഒട്ടും താമസിക്കേണ്ട, പ്രേക്ഷിത വാഹനിൽ കയറിക്കോളൂ. ജിസ്മരിയ കൂളല്ലേ? അതെ ക്വസ്റ്റ്യൻസ് കാണാനുള്ള ആകാംക്ഷയിലാണോ? അതെ. റൂൾസ് എല്ലാം അറിയാലോ. 4 റൗണ്ടാണുള്ളത്. ജെറുസലേം റൗണ്ട്, അഡ്ജൻഡസ് റൗണ്ട്, ജെറിക്കോ റൗണ്ട്, മാർഗം റൗണ്ട്. ആദ്യം ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? അഡ്ജൻഡസ്. തോമസ് ലീഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടാമത് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. ആദ്യം ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത്? സെന്റ് തോമസ്. സെന്റ് തോമസ് ആണ് ജിസ്മരി ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ഗോണ്ടോഫറസ് രാജാവ് ഏത് രാജവംശത്തിൽ പെട്ട ആളായിരുന്നു? 4 ഓപ്ഷനാണുള്ളത്: അലക്സാൻഡ്രിയ, കുഷാന രാജവംശം, ഇന്തോ പാർത്തിയൻ, കാബൂൾ. ഇന്തോ പാർത്തിയൻ. ഇന്തോ പാർത്തിയൻ ഉറപ്പാണ്? ഉറപ്പാണ്. നമുക്കെന്നാൽ ആൻസർ ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. ആൻസർ ചെക്ക് ചെയ്യാം. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. അങ്ങനെ ആദ്യത്തെ ചോദ്യം കറക്റ്റ് ആക്കി. ഇനിയുള്ളത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ചോദ്യം കൂടി കാണാം. പൗലോസ് സ്ലീഹായുടെ 2ാം മിഷണറി യാത്രയുടെ കാലഘട്ടം ഏത്? AD 50 മുതൽ 52 വരെ. ഉറപ്പാണോ? ഉറപ്പാണ്. ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ലല്ലോ, പെട്ടെന്ന് പറയുകയും ചെയ്തു. ഉത്തരം ശരിയായിരിക്കോ? ശരിയാണ്. ഞാൻ ചോദിച്ചപ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ. ആൻസർ ചെക്ക് ചെയ്യട്ടെ? ചെക്ക് ചെയ്യാം. ആൻസർ ചെക്ക് ചെയ്യാം. AD 50, 52. ഉത്തരം ശരിയാണ്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിലെ 2 ചോദ്യങ്ങൾക്കും ശരിയായി തന്നെ ഉത്തരം പറഞ്ഞത് സമ്മാനം നേടിയിരിക്കുകയാണ്. സമ്മാനം നമുക്ക് കൊടുക്കാം ജിസ്മരിക്ക്. അടുത്ത ചോദ്യം തന്നാലോ? ഓക്കെ. അവശേഷിക്കുന്നത് 3 റൗണ്ടാണ്. ഇതിലേത് റൗണ്ടാണ് ജിസ്മരിയക്ക് വേണ്ടത്? ജെറീക്കോ. വിഷ്വൽ റൗണ്ടാണ് ജെറീക്കോ റൗണ്ട്. ഒരു വീഡിയോ നമ്മുടെ സ്ക്രീനിൽ പ്ലേ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം വീഡിയോ കാണുക. അവിടെ ഒരു റൈറ്റിംഗ് പാഡും പെന്നും ഇരിപ്പുണ്ട്, അതുപയോഗിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന നോട്ട്സ് എല്ലാം അതിൽ നിന്ന് എഴുതിയെടുക്കാം. അതിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. വീഡിയോ കണ്ടാലോ? ഓക്കെ. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മേഖലകൾ. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലായി സീറോ മലബാർ സഭയ്ക്ക് 18 രൂപതകളുണ്ട്. ഇവയിൽ 9 രൂപതകൾ പ്രവാസി അജപാലനവും പ്രേക്ഷിത പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകുന്നവയാണ്. അവ കർണാടകയിലെ ബൽത്തങ്ങാടി, ഭദ്രാവതി, മാണ്ഡ്യ, തമിഴ്നാട്ടിലുള്ള രാമനാഥപുരം, തക്കല, ഹൊസൂർ, മഹാരാഷ്ട്രയിലെ കല്യാൺ, ദില്ലി, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫരീദാബാദ്, ഇന്ത്യയിൽ സീറോ മലബാർ രൂപതകളുടെ സാന്നിധ്യമില്ലാത്ത ഇടങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം ത്വരിതപ്പെടുത്തുവാൻ സ്ഥാപിതമായ ശംഷാബാദ് എന്നിവയാണ്. പ്രേക്ഷിത പ്രവർത്തനം മുഖ്യ ലക്ഷ്യമായിട്ടുള്ള രൂപതകളാണ് പ്രേക്ഷിത രൂപതകൾ എന്നറിയപ്പെടുന്നത്. അവ തെലങ്കാനയിലെ അദിലാബാദ്, മഹാരാഷ്ട്രയിലെ ചാന്ദ, ഗുജറാത്തിലെ രാജ്കോട്ട്, ഛത്തീസ്ഗഡിലെ ജഗദൽപൂർ, മധ്യപ്രദേശിലെ ഉജ്ജൈൻ, സാത്ന, സാഗർ, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ, ഉത്തരാഖണ്ഡിലെ ബിജ്നോർ എന്നിവയാണ്. ചോദ്യം കണ്ടാലോ? ചോദ്യം ഇതാണ്: സീറോ മലബാർ രൂപതകളുടെ സാന്നിധ്യം ഇല്ലാത്ത ഇടങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തുവാൻ സ്ഥാപിതമായ രൂപത ഏത്? ശംഷാബാദ്. ശംഷാബാദ് ഉറപ്പാണോ? ഉറപ്പാണ്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ഓക്കെ. ആൻസർ ചെക്ക് ചെയ്യാം. ശംഷാബാദ് ഉത്തരം ശരിയാണ്.
ശംഷാബാദ് രൂപത ഏതാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് കേരളത്തിന് പുറത്ത് 18 രൂപതകളുണ്ടെങ്കിലും അവയ്ക്കെല്ലാം ഒരു പരിധി ഉണ്ടായിരുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മുടെ സീറോ മലബാർ സഭയുടെ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റിയിരുന്നില്ല. ആ സമയത്താണ് 2018 ജനുവരി 7 ശംഷാബാദ് രൂപത സ്ഥാപിതമായത്. ഇന്ന് നമുക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്തും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്താം. ഭാരതം മുഴുവനും പ്രേക്ഷിത പ്രവർത്തനം നടത്താനുള്ള ഒരു അനുമതിയാണ് നമുക്ക് ശംഷാബാദ് രൂപത സ്ഥാപിതമായതോടെ തുറന്നു കിട്ടിയത്. ജിസ്മരിയ, യെസ്, സമ്മാനം വേണോ? വേണം. എത്ര ശാന്തമായിട്ടാണല്ലേ നമ്മുടെ ഓഡിയൻസ് ഇരിക്കുന്നത്. അവർക്ക് ചോദ്യം വന്നില്ലല്ലോ ഇതുവരെ എന്ന് ആലോചിച്ചായിരിക്കും. ആണോ? ചിലപ്പോൾ ആ ചോദ്യം കൊടുത്താൽ ചിലപ്പോൾ ചിരിയൊക്കെ വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചോദിച്ചോട്ടെ. ഓഡിയൻസ് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ആദ്യമായി തുണ്ടിയിലെ കന്നിമണ്ണിൽ കുടുംബസമേതം താമസമാക്കിയത് ആര്? പേരാവൂരിന്റെ ചരിത്രത്തിൽ വരുന്ന കാര്യമല്ലേ? ചരിത്രമൊക്കെ അറിയാൻ പറ്റുമായിരിക്കും എല്ലാവർക്കും അല്ലേ? അതെ, അവരുടെ പൂർവികർ ഇവിടെ വന്ന് സ്വന്തമാക്കിയ മണ്ണിൽ ഇങ്ങനെ ഒരു ദേവാലയമൊക്കെ പണിത് ആ ദേവാലയ മുറ്റത്ത് നമ്മളുടെ ഓഡിയൻസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും ഇതിന്റെ ഉത്തരം അവർ പറയും. അറിയോ? മുന്നോട്ട് വരാമോ? നല്ലൊരു കൈയടി കൊടുത്തേ. കുടക്കച്ചിറ കുടുംബമാണ് മലബാറിൽ ആദ്യമായി പേരാവൂരിലേക്ക് കുടിയേറിയ കുടുംബം. ഇത്രയ്ക്കും ഉറപ്പാണോ? ഉറപ്പാണ്. വേറെ ഏതെങ്കിലും ആൻസർ? അവർ ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയോ വേറെ ഏതെങ്കിലും ഉത്തരവുണ്ടോ? കുടുക്കുച്ചിറ ഫാമിലി തന്നെയാണെന്ന് അത്രയ്ക്ക് ഉറപ്പാണോ? അല്ല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസർ പറയാം. തോട്ടത്തിൽ ജോണും സഹോദരൻ തോമസും. ഇതാണ് ശരിയായ ഉത്തരം. ഉത്തരം തെറ്റിപ്പോയി, സാരമില്ല. അതിൽ സങ്കടമൊന്നുമില്ല കേട്ടോ. എന്നാലും അറിയാവുന്ന ഉത്തരം ഇവിടെ വരെ വന്നെന്ന് പറഞ്ഞതല്ലേ. നിങ്ങൾ ചിരിക്കുന്ന എന്തിനാ? നല്ലൊരു കൈയടി കൊടുത്തേ. 2 റൗണ്ടാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? ജെറുസലേം. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ജെറുസലേം റൗണ്ടിലുള്ളത്. 2 ചോദ്യങ്ങളായിരിക്കും ജിസ്മരിക്ക് നൽകുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യനും. നമുക്ക് ചോദ്യം കണ്ടാലോ? ഓക്കെ. ചോദ്യം ഇതാണ്. 9-ാം നൂറ്റാണ്ടിൽ അനുയായികളുമായി കൊല്ലത്ത് കുടിയേറിയ 2 കൽദായ മെത്രാന്മാർ ആരൊക്കെ? 4 ഓപ്ഷൻസ് ആണുള്ളത്. മാർ സാപ്പോർ, മാർ പ്രോത്, മാർ അദായി, മാർ മാറി, ഗർവാസിസ് ആൻഡ് പ്രോതാസിസ്, വിശുദ്ധ കോസ്മോസ് ആൻഡ് വിശുദ്ധ ഡാമിയൻ. മാർ സാപ്പോർ, മാർ പ്രോത്ത്. കുറേ പഠിച്ചിട്ടാണ് ജിസ്മരിയ വന്നിട്ടുള്ളത്. കാരണം ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം പറയുന്നുണ്ട്. ഒട്ടും സംശയം ആ മുഖത്ത് തോന്നുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആൻസർ ചെക്ക് ചെയ്യുന്നല്ലേ നല്ലത്? ചെക്ക് ചെയ്യാം. ആൻസർ ചെക്ക് ചെയ്യാം. മാർ സാപ്പോർ, മാർ പ്രോത്ത്. കൺഗ്രാജുലേഷൻസ്, ഉത്തരം ശരിയാണ്. താങ്ക് യു. ഈ റൗണ്ടിൽ ഇനി ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. നമുക്ക് ആ ചോദ്യം ഏതാണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്. മാർ സാപ്പോർ, മാർ പ്രോത്ത് എന്നീ വിദേശ മെത്രാന്മാർ കേരളത്തിൽ എത്തിയത് എന്ന്? AD 823. ചെറുതായിട്ടൊന്ന് ആലോചിക്കേണ്ടി വന്നല്ലേ? അതെ. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യട്ടെ. ഓക്കെ. ആൻസർ ചെക്ക് ചെയ്യാം. AD 823 ഉത്തരം ശരിയാണ്. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ആൻസർ അതെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ റൗണ്ടിലും സമ്മാനം നേടിയിരിക്കുകയാണ് ജിസ്മരിയ. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. ഈ റൗണ്ടിലെ ജിസ്മരിയ ആൻസർ പറഞ്ഞില്ലെങ്കിൽ ആ സമ്മാനം നമുക്ക് കൊണ്ടുപോകാന്ന് ഓർത്തിരിക്കുമായിരുന്നു. പക്ഷേ ആണെങ്കിൽ ജിസ്മരിയ ആൻസറും പറഞ്ഞു, ആ സമ്മാനവും കൊണ്ടുപോയി. എന്ത് ചെയ്യാനാ, നമുക്ക് ഭാഗ്യമില്ലെന്ന് തോന്നുന്നു. എനിക്ക് ചെറുതായിട്ടൊന്ന് വിഷമം, ചെറുതായിട്ടുള്ളൂ. ആ വിഷമം മാറ്റാനായിട്ട് ഞാനൊരു പാട്ട് ഇറക്കിയാലോ? ആ, അങ്ങനെയാണെങ്കിൽ ആരാ പാട്ടായിട്ട് വരുന്നത്? ഞാനല്ല. ഏതായാലും പാട്ട് പാടുന്നത് നമ്മുടെ രാജമുടി ഇടവകയിലെ ഒരു ഗായികയാണ്. ആരാണ് ആ ഗായിക? റിച്ച. വളരെ സ്നേഹത്തോടെ റിച്ചയെ പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടി കൊടുത്തേ.
വചനമായി നീ എന്നിൽ തീരണേ. പോകും വേളയിൽ താണു തുണയുക, കാവലായി ഓളമിൻ പാരിനിണയാകാൻ ഇടറിയിടുമീ വേളയിൽ സ്നേഹമായി നണയാൻ ഇരുളാർന്നൊരിൻ ജീവനെ താനിടുന്നവനാൻ മനസ്സിൻ ചില്ലയിൽ മഞ്ഞിൻ മണിയുതിരാൻ ഇതുപോൽ സ്നേഹിതൻ ഈ ഭൂവിലെങ്ങുമേ. മൃദുലമായി ഹൃദയമായി നീ എന്നിൽ വന്നിടൂ, തളിരിടും വചനമായി നീ എന്നിൽ തീരണേ. കുരിശിൽ നിന്നിടും ഇരുളിൽ ദീപമായി തോരാകുളി മഴയായി നിന്നിൽ നിറയുകയായി. എൻ്റെ മിഴിയും എൻ്റെ മൊഴിയായി നിന്നെ തിരയുകയാണവോ. ഈ വഴിയിൽ വന്നു നിഴലായി എന്നെ പുണരുകയാണവോ. കരുണയോടോ കരളിലെന്നെ കരുതണേ ദൈവമേ. പിഴകളെല്ലാം മൊഴിയുവാനും കഴിയുമോ നീ മാത്രമേ. ജിസ്മരി ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഇവിടെ നിൽക്കാണ്. നമുക്ക് പക്ഷെ ഒരു റൗണ്ട് കൂടി ബാക്കിയുണ്ട്. ആ റൗണ്ടിലെ ചോദ്യം നോക്കിയാലോ? നോക്കാം. ഇനി ബാക്കിയുള്ളത് മാർഗം റൗണ്ടാണ്. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം. ഈ റൗണ്ടില് 2 വിശുദ്ധരെ ആയിരിക്കും സ്ക്രീനിൽ കാണിക്കുക. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 2 വിശുദ്ധരെന്ന്. വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ ചാവറ കുര്യാക്കോസ്. ആരെയാണ് ജിസ്മരിയ ഒപ്റ്റ് ചെയ്യുന്നത്? വിശുദ്ധ അൽഫോൻസാമ. അങ്ങനെയാണെങ്കിൽ അത്രയും ഇഷ്ടമുള്ള അൽഫോൻസാമയെ കുറിച്ച് വരുന്ന ചോദ്യം ഏതാണ്? നമുക്ക് നോക്കാം. നോക്കാം. അൽഫോൺസായുടെ സഹോദരിമാർ ആരൊക്കെ? ഏലിയാമ്മ, പെണ്ണമ്മ. ലിഖിതേ, അടുത്ത ബോക്സ് എടുത്ത് കൊടുക്കേണ്ടി വരുമോ നമ്മ ഇപ്പൊ തന്നെ? അങ്ങനെയാണെങ്കിൽ ബോക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. സമ്മാനം മേടിക്കാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ പക്ഷെ ആൻസർ ചെക്ക് ചെയ്യണ്ടേ? ചെക്ക് ചെയ്യണം. ഞങ്ങൾ വെറുതെ പറഞ്ഞേ സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അതും കൊണ്ട് പോകും. നോക്കിയേക്കാം നമുക്കാണോ സമ്മാനം ജിസ്മരിക്കാണോ എന്ന് നമുക്ക് നോക്കാം. ആൻസർ നോക്കാം. ഏലിയാമ്മ, പെണ്ണമ്മ, ഇവർ 2 പേരുമായിരുന്നു അൽഫോൺസാമയുടെ സഹോദരിമാർ. നമുക്ക് സമ്മാനം കൊടുത്താലോ? നിങ്ങൾക്ക് വേണ്ടി സമ്മാനം ഒരു ചോദ്യം ചോദിച്ചോട്ടെ? അപ്പോൾ നിങ്ങൾ ഓഡിയൻസിനായിട്ടുള്ള അടുത്ത ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്. കോഴിക്കോട് മെത്രാനായ ലയോ പ്രോസർപിയോ തിരുമേനി 1943 കുടിയേറ്റക്കാർക്ക് സ്ഥിരം വികാരിയായി നിയമിച്ച വൈദികൻ ആര്? സിസ്റ്റേഴ്സൊക്കെ ചിരിക്കുന്നുണ്ട്. ആൻസർ അറിയാമെങ്കിലും മുന്നോട്ട് പോരെ. ഇവിടെ ആർക്കും അറിയില്ല? അറിയോ പച്ച?
അറിയില്ല. നമ്മുടെ ഇടവകയുടെ ഒരു ചരിത്രമാണ്, നമുക്ക് പറഞ്ഞു കൊടുക്കാം. സമ്മാനം എന്തായാലും ജിസ്മരിയുടെ ഒരു സമ്മാനം കിട്ടുന്നോർത്തിന് അത് കിട്ടിയില്ല. ഓഡിയൻസ് നമുക്ക് വേണ്ടിയിട്ട് വിട്ടു തരികയാണ്. ഉത്തരം കേട്ടാലോ? ആൻസർ ഇതാണ്, ബഹുമാനപ്പെട്ട ജോസഫ് കുത്തൂരച്ചൻ. എന്താണ് കയ്യടിക്ക്? അയ്യോ, എനിക്കറിയായിരുന്നു കിടാപ്പച്ചണ്ട. ഇനി ജിസ്മരീനെ കാത്തു നിൽക്കുന്നത് ആ 7ാമത്തെ ചോദ്യമാണ്. 7ാമത്തെ ചോദ്യത്തിനും കൃത്യമായ ഉത്തരം പറഞ്ഞാൽ എന്തൊക്കെയാ കിട്ടുക എന്നറിയോ? മെമന്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും സമ്മാനങ്ങളുമായിട്ട് പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് പോകാം. ഇങ്ങനെയാണെങ്കിൽ ആ ചോദ്യം നോക്കിയാലോ? നോക്കാം. രാജമുടി ഇൻഫന്റ് ജീസസ് ചർച്ച് സ്ഥാപിച്ച വർഷം? 1990 ഏപ്രിൽ 23. ഉറപ്പാണോ? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഒത്തിരി ടെൻഷൻ അടുപ്പിക്കുന്നില്ല, നമുക്ക് ആൻസർ നോക്കാം. എന്താണ് കൈയടിക്കാത്തത്? ആൻസർ കറക്റ്റ് ആണ്, 1990. പക്ഷേ ഏപ്രിൽ 23 അല്ല, ഏപ്രിൽ 26 അഭിവന്യ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളി പിതാവാണ് സ്ഥാപിച്ചത്. 7 ചോദ്യങ്ങളും കറക്റ്റ് ആക്കി നമ്മുടെ പ്രേക്ഷിത വാഹിനിൽ നിന്ന് പോകുമ്പോൾ മെമന്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും 4 റൗണ്ടിലായിട്ട് നേടിയ സമ്മാനങ്ങളുമായിട്ടാണ് പോകാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമ്മാനങ്ങളുമായിട്ട് താഴേക്ക് പോരെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും ഒരുക്കി വിട്ട ജിസ്മരിയുടെ ടീച്ചറിനെ കൂടെ പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടി കൊടുത്തേ. നമ്മുടെ ആദ്യത്തെ പാർട്ടിസിപ്പന്റ് കൈ നിറയെ സമ്മാനങ്ങളും മെമന്റോയുമായിട്ടാണ് മടങ്ങിയിരിക്കുന്നത്. എനിക്ക് ബാക്കി 3 പാർട്ടിസിപ്പൻസ് കൂടെ നമ്മുടെ സമ്മാനങ്ങൾ മൊത്തമായിട്ട് കൊണ്ടുപോകുമെന്നറിയാൻ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ്. പക്ഷെ ഈ എപ്പിസോഡിൽ ഇനിയിപ്പോ അവരെ പ്രേക്ഷിത വാഹിനിയിൽ കയറ്റാൻ സമയമുണ്ടോ? ഇല്ല അല്ലേ? ബാക്കി 3 പാർട്ടിസിപ്പൻസിനെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അല്ലേ? ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. സ്വർഗം നമുക്ക് തന്ന സ്നേഹിതരാണ് പരിശുദ്ധാത്മാവ്. സഹായമായും സാന്നിധ്യമായും കൂടെ എപ്പോഴുമുള്ള പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുമ്പോൾ, അവനെ കേൾക്കുമ്പോൾ നന്മകളിലൂടെ അവൻ നമ്മെ നയിക്കും. അങ്ങനെ ആത്മാവിന്റെ അഭിഷേകത്തോടെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാന്റോ മിഷൻ ക്രിസ്റ്റേമെന്റ്. This is Sinu. This is Likita. Signing off. Thank you. പ്രേക്ഷിതവാഹിനി വന്നിടാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ